നമുക്ക് ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് നേതാവ്, എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് കൂടി നോക്കാം. എനിക്ക് മറുപടി പറയാനില്ല, അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ശരിയായ പ്രസ്താവനയാണ്. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നത്. ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. VK ശ്രീകണ്ഠൻ MPയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ രംഗത്ത് വരുന്നതാണ് കണ്ടത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് എന്നാണ് വ്യക്തമാക്കുന്നത്. വിഷു തുടരുന്നുണ്ട്. വിഷു, ഇപ്പോൾ VK ശ്രീകണ്ഠൻ പറഞ്ഞ ആ പരാമർശം, അത് ആദ്യം ഈ പ്രതികരണവുമായി അല്ലെങ്കിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നയാൾ അവർക്ക് ഏത് പാർട്ടിയോടാണ് അനുഭാവമുള്ളത് എന്ന് അവരുടെ സംസാരത്തിലുടനീളം പ്രകടമാണ്. ഈ പ്രസ്താവനത്തോട് എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരായിട്ടും അത്രയധികം ആത്മബന്ധമുള്ള ആളാണ്, ഈ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏത് പാർട്ടിയുമായിട്ടാണ് അവരുടെ ബന്ധമെന്ന് സുവ്യക്തമായി നിൽക്കുകയാണ്. പിന്നെയാണ് അദ്ദേഹം പറയുന്നത് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നു, ഇതൊക്കെ ചില ധാരണ പ്രകാരമുള്ള ആരോപണങ്ങളാണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കേണ്ടതല്ലല്ലോ. നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള നടപടികളുണ്ടാകും, അന്വേഷണമുണ്ടാകുമെന്ന് മര്യാദയുടെ രൂപത്തിൽ പറയേണ്ടതിന് പകരം എന്തൊരു ന്യായീകരണമാണിത്? തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ യുവനടിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളും എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും ഏത് പാർട്ടി അനുഭാവിയാണ് ആ പാർട്ടി. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരങ്ങൾ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവർ പാർട്ടിക്കകത്ത് തന്നെ അവരുടെ മുതിർന്ന നേതാക്കളോട് പറഞ്ഞു എന്നുള്ളതാണ് ആ നടി നടത്തിയ വെളിപ്പെടുത്തലിൽ അവർ പങ്കുവച്ചിട്ടുള്ള കാര്യം. പക്ഷേ അത്തരമുള്ള സാഹചര്യങ്ങളും പൊതുവിടങ്ങളിൽ ഇത് എല്ലാവർക്കും വ്യക്തമായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് അത് എന്ത് ഉദ്ദേശിച്ചാണ് എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരാത്തത്. നേരത്തെ VD സതീശനടക്കമുള്ള നേതാക്കളോട് ഇത്തരം പരാതികൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇവർ പരാതി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ നടത്തിയിരിക്കുന്നത് തികച്ചും സ്ത്രീത്വത്തെ, അല്ലെങ്കിൽ ഈ പരാതി ഇനിയിപ്പോൾ ഭാവിയിൽ പറയാൻ, ഇത്തരം ആരോപണങ്ങൾ, ഈ പരാതി എന്ന് തന്നെയല്ല, ഇത് അവർക്ക് നേരിടുന്ന ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സ്ത്രീ തയ്യാറാകുമ്പോൾ അവരുടെ എല്ലാം മനോവീര്യം കെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രസ്താവനയെ കണക്കൂട്ടാൻ. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്ന VK ശ്രീകണ്ഠൻ MPയുടെ ഒരു പരാമർശമാണ്. അർദ്ധവസ്ത്രം ധരിച്ച ആളുകളാണ്, മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നാണ് VK ശ്രീകണ്ഠൻ MPയുടെ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ്? അല്ല, അന്ന് എന്താ നമ്മുടെ നാട്ട് അല്ല, അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും, അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. എന്തൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്! അവരുടെ നടപ്പും രീതിയും, മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയും ഒക്കെ കണ്ടാൽ, ഇങ്ങനെ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഗണിച്ചെടുക്കാൻ കഴിയുന്നതാണോ നേതാക്കളുടെ ഒരു ചിന്താഗതി എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു യുവ നേതാവിനെതിരെ ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥകൾ പരിശോധിക്കട്ടെ, അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്ന് പറഞ്ഞു ഒഴിയാണ് ഒരുമാതിരി മര്യാദയ്ക്ക് ചെയ്യാവുന്നത്. പകരം ഈ പരാതി പറഞ്ഞവരുടെയൊക്കെ രീതി നടപ്പുമൊക്കെ കണ്ട് മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ജനപ്രതിനിധികൾ പോകുന്നത്, നിങ്ങളുടെ ഓരോ വാക്കും വളരെ പ്രാധാന്യത്തോടെയാണ് ജനങ്ങൾ കേൾക്കുന്നത് എന്ന ഓർമ്മ നേതാക്കൾക്ക് വേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെ വിവാദങ്ങളിലേക്ക് ചെന്നുവിടുകയും ചെയ്യും. എന്തായാലും അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടതിനേക്കാൾ കുറച്ചുകൂടി കടന്ന നിലയിലാണ്. നടപ്പും രീതിയും, മന്ത്രിമാരെ കെട്ടിപ്പിടിക്കുക എന്നതൊക്കെ ഇത്ര വലിയ ഭീകര അല്ലെങ്കിൽ കുറ്റമായിട്ടാണോ നേതാക്കൾ കാണുന്നതെന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ തേടാം.